ഹായ് യോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. ഞാൻ താളി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ഒരു റീസെൻ്റ്ലി ഞാനൊരു ഹെയർ കട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിനി എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കെയർ ചെയ്യണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഹെയർ കട്ട് കഴിഞ്ഞിട്ട് കുറേ നാളായി, ഞാൻ ഇതുവരെ ഒന്നുമേ ചെയ്തില്ല ഹെയറിന് വേണ്ടി. അപ്പോൾ ഞാൻ കരുതി ഇന്നോട്ട് എന്തായാലും ഒരു ഹെയർ കെയർ ജേണി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ആദ്യം തന്നെ പറയട്ടെ, ഇന്ന് ഒരു ദിവസം ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഞാനിപ്പോൾ പറയുന്നത്. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറേ കാര്യങ്ങളായിരിക്കും ഇനിയുള്ള അങ്ങോട്ട് ഹെയർ കെയർ ജേണിയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് താളി. ഞാൻ താളി ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് തന്ന പല ടൈപ്പിൽ ഞാൻ താളി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്, എല്ലാം അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ താളിയും കാര്യങ്ങളൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്കത് നെഗറ്റീവ് റിസൾട്ട് തരും. സോ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ പോകാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കുറേ കാലം യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറേ കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹെയർ കെയർ ജേർണി ഒരു കുറച്ച് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിയ നാച്ചുറലി, ലൈക്ക് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഒന്നുമല്ല, നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ വെച്ച് ഞാൻ യൂസ് ചെയ്ത് കുറേ റിസൾട്ട് കിട്ടിയ കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്കും അതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം തന്നെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമലി ഹെയറിൽ യൂസ് ചെയ്യുന്ന ഓയിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്കും ഹെയറിൽ ഏതാണോ നിങ്ങൾ ഓയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഡബിൾ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അതുകൂടെ ആഡ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. സോ ഞാനിപ്പം നമ്മുടെ താളി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഹെയറിൽ നല്ലപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. കണ്ടു എൻ്റെ അച്ഛൻ പോയതാണ്. അപ്പോൾ അതെ, സോ നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക. ഞാനിപ്പം ആദ്യം ഇപ്പം എന്തായാലും താളിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കുമല്ലോ, അതിന് മുമ്പ് തന്നെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡബിൾ ബോയിലും ചെയ്തിട്ടില്ല, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ടില്ല. നോർമലി ഓയിൽ എടുത്ത് നല്ല തലയിലൊക്കെ ഒന്ന് മസാജ് ചെയ്താണ്ട് ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് താളി ഉണ്ടാക്കാൻ പോവാം. അതിനുള്ള ഇലയും കാര്യങ്ങളൊക്കെ പറിക്കാം. വായു. സോ ഞാനിപ്പം ഇലകളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് താളി ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, വേപ്പില, കറിവേപ്പില, പിന്നെ കുറച്ച് തുളസില, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കല്ലിലിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ തുണി കഴുകുന്ന കല്ലില്ലേ അതിലിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നിങ്ങൾ വെള്ളത്തിന് പകരം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിന് അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുന്നവരാണ്, എൻ്റെ വീട്ടിൽ കല്ലില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പം ഈ വെള്ളം ഒഴിക്കാം, ബട്ട് സ്റ്റിൽ കഞ്ഞിവെള്ളം ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഇലകളെല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. കല്ലിലിട്ട് അരയ്ക്കുന്നതുകൊണ്ട് കല്ലും ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കപ്പിൽ ഈ കപ്പിലാണ് അരയ്ക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ മുക്കിയാണ് നമ്മൾ നമ്മുടെ താളി അരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് അരച്ചതിന് ശേഷം വീണ്ടും ഈ വെള്ളത്തിൽ തന്നെ മുക്കുക. അപ്പോൾ അതിലെ നീര് നല്ല പോലെ ഇറങ്ങും ഈ വെള്ളത്തിലോട്ട്. ഞാനിപ്പോൾ നല്ല പോലെ
ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ബാലൻസ് അരച്ചതിൻ്റെ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു വലിയ അരിപ്പയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയോ അല്ലെങ്കിൽ നമ്മുടെ തുണിയില്ലേ, തുണി വെച്ച് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ അരിപ്പയിൽ ദാണ്ട് അരിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതിൽ കുറേ പൊടിയും ആ ഇലകളുടെ ബാക്കിയൊക്കെ ഉണ്ട്. അത് നമ്മൾ നല്ല പോലെ അരിച്ചെടുക്കണം. കാരണം ഈ പൊടി തലയിലിരിക്കുന്ന ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അരിച്ചെടുത്ത് തന്നെ ഉപയോഗിക്കുക. മാക്സിമം അല്ല, നിങ്ങൾ അരിച്ചെടുത്ത് മാത്രം ഉപയോഗിക്കുക. ദേ കേട്ടോ, ക്ലിയർ ആയിട്ടുള്ള നല്ല താളി ഇപ്പം വരും. ദേ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ടുള്ള താളിയാണ് ഇപ്പം കിട്ടിയേക്കുന്നത്. ഇതിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും അരിച്ചെടുത്ത് യൂസ് ചെയ്യുക. സോ ദേ നമ്മുടെ താളി അരിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക താളി അരിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ പൊടി നമ്മുടെ തലയിൽ ഇരുന്നാൽ നമുക്ക് താരനുണ്ടാവാനും അതേപോലെ ഇച്ചിങ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും താളി ചെയ്യുമ്പം നല്ല പോലെ അരിച്ചെടുക്കുക. എനിക്കറിയാം ഇപ്പോൾ കല്ലിലൊക്കെ ഇട്ട് അരയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മിക്സിയിലിട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് കുറച്ച് കംഫർട്ടബിൾ ആണ്, ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇനി നമുക്കിത് നല്ലപോലെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എൻ്റെ ഫോണിൽ സ്പേസിൻ്റെ ഇഷ്യൂ കാരണം ഞാനിപ്പോൾ കുറേ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ നമുക്ക് നല്ലപോലെ താളി വകുപ്പെടുത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, കാരണം വീഡിയോയിൽ സ്പേസ് ഇല്ലാതെ ഫോൺ എപ്പോഴും ഓഫ് ആവുന്നു. ഞാനിങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. നിങ്ങൾ അത്യാവശ്യം പഴയ ഡ്രസ്സൊക്കെ ഇട്ടത് ചെയ്യുക കേട്ടോ, കാരണം ഇച്ചിരി മെസ്സിയാണ് ഈ സാധനം. കണ്ടോ, നല്ല ക്ലിയർ സാധനമാണ്. ഞാനില്ലേ അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. സോ ഞാൻ ഹെയറിലൊക്കെ നല്ല പോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തു, അതേപോലെ ഹെയറിൻ്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നല്ല നോർമൽ വാട്ടറിൽ നല്ലപോലെ വാഷ് ചെയ്ത് കളയും. നിങ്ങൾ നല്ല ഷാമ്പു ഒന്നും ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല. നല്ലപോലെ നോർമൽ വെള്ളത്തിൽ നല്ല സ്കാൽപ്പൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. ശരിക്കും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ. സോ എല്ലാവരും വീക്ക്ലി വൺസ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ തലയിലെ താരൻ, മുടി കൊഴിച്ചിൽ, പെയിൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ കുറേ കാര്യത്തിന് ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്കിത് കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോൺ ഇങ്ങനെ സ്പേസ് ഇല്ലാതെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ, ലവ് യു ഓൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ.